വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരല്പം മധുരമോ ഒരിച്ചിരി പായസമോ ഒക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു പായസമാണിത്. ക്യാരറ്റ് കാരമൽ റവ പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഗ്യാസ് ഓണാക്കുക. ഇതിനെ ഒന്ന് ക്യാരമലാക്കി എടുക്കണം. ചെറു തീയിലിട്ട് വേണേൽ ക്യാരമലാക്കി എടുക്കാനായിട്ട്. പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ കേക്കിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്ത് ബ്രൗൺ ആയിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് പത വരാൻ തുടങ്ങും. ആ സമയത്താണ് വെള്ളം ഒഴിക്കാറുള്ളത്. ഇത് അതുവരെ ചെയ്യരുത്. പത വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളം ഒഴിക്കണം. അത് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ പത വരും. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിക്കുക. അല്പം ഒന്ന് മാറി ഒന്ന് അകന്ന് നിന്നതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നല്ല ചൂടാണ്, ദേഹത്തോട്ട് തെറിക്കും. കട്ട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് അലിഞ്ഞു വന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായി തന്നെ വെച്ചിട്ടുണ്ട്. 1 സ്പൂണോളം നെയ്യ് ഒഴിക്കുക. ഇനി സാധാരണ പായസത്തിനൊക്കെ ചേർക്കുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കുക. കറുത്ത മുന്തിരി ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ആ നെയ്യൊക്കെ സൈഡിലോട്ടൊന്ന് വകഞ്ഞ് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി വന്ന് അതേ നെയ്യിൽ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇനി ആ റവയൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത റവയാണ്. എന്നിരുന്നാൽ പോലും ചെറു തീയിലിട്ട് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. റവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് റവ ഒന്ന് പൊരിഞ്ഞതുപോലെ ഒന്നുകൂടി ഒന്ന് വെള്ള കളറായ പോലെ തോന്നും. അതുവരെ വറുത്തെടുക്കണം. ഇത് നല്ലവണ്ണം പൊരിഞ്ഞ് മണൽത്തരികൾ പോലെ വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. 1 കപ്പ് കുറച്ച് നാമക്കയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന കണ്ണിയുണ്ടല്ലോ, വലുതും ചെറുതും കാണുമല്ലോ, അതിലെ ചെറിയ കണ്ണിയിലിട്ട് കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടി, അതായത് സേമിയ പോലെ ഇങ്ങനെ കിടക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടി ക്യാരറ്റ് കുറച്ച് ചരിച്ച് നീളത്തിൽ പിടിച്ചുകൊണ്ട് ഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇനി ചെറു തീയിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഗ്രേറ്റ് ചെയ്തതായത് കാരണം പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടിക്കോളും. അതിൻ്റെ പച്ചയായിരിക്കുമ്പോൾ ഉള്ള വെള്ളമയം ഉണ്ടല്ലോ, അത് മാറും. ആ പച്ച ടേസ്റ്റ് മാറിക്കിട്ടും. ക്യാരറ്റൊക്കെ ഒന്ന് അല്പം ഒന്ന് ചുരുങ്ങി വരും. ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതായത് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയുടെ ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സെക്കൻഡുകൾ മാത്രം. ഒരു 30-40 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാല് ചേർക്കണം. 2 ഗ്ലാസ് പാലോളം എടുത്തിട്ടുണ്ട്. അതിൽ പകുതി വെള്ളം പകുതി പാലുമായിട്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നീട് കുറച്ച് കട്ടിപ്പാൽ ചേർക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരട്ടെ. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ഇത് 1/4 കപ്പാണ്. 1/4 കപ്പിൻ്റെ 2 കപ്പ്, അതായത് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അളവ് വ്യത്യാസം ഒരല്പം ഉണ്ടാകാം. പിന്നെ കാരമൽ ഇതിൽ ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരം അതിനനുസരിച്ച് പഞ്ചസാര കുറച്ച് ചേർക്കുക. ഞാൻ ഇതിലിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിയുമ്പോൾ
നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലും. ഇതാ പഞ്ചസാര ഇതിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാരമൽ ചേർക്കണം. ഇനി മധുരത്തിൽ നല്ലവണ്ണം ഒന്ന് റവ വെന്ത് വന്നോട്ടെ. തീ അല്പം കുറച്ച് കൊടുക്കുക. ഇതാ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കട്ടിപ്പാലൊഴിക്കണം. 1/4 ഗ്ലാസ് ഒഴിക്കാം. പഞ്ചസാരയെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് അതിൽ കുറച്ചൊന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരല്പം കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലൊഴിക്കണം. തീയെ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. കട്ടിപ്പാൽ 1/4 ഗ്ലാസോളം ഒഴിക്കുകയാണ്. ഇനി ഒരല്പം തിള വന്നു കഴിയുമ്പോഴത്തേന് പായസമൊക്കെ ഒന്ന് കുറുകും. ഈ റവ തരികളൊക്കെ ഒന്ന് പൊന്തി ഡബിൾ സൈസ് ആകും. അപ്പോൾ നമുക്കറിയാൻ പറ്റും റവ വെന്തിട്ടുണ്ടെന്ന്. അത്രയും മതിയാവും, ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ അത് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കണം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കട്ടിയാകും. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചുകൊണ്ട് അത് കൂടാതെ തന്നെ മെയിനായിട്ട് 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഇനി 2-3 ഏലക്ക എടുത്തിട്ട് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി 1/4 സ്പൂണ് പഞ്ചസാരയോടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതോടെ ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏലക്ക ചേർക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് 2 നുള്ള് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മധുരം കഴിക്കുമ്പോൾ തികട്ടുക, അങ്ങനെ മത്ത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടാവില്ല. കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇതിൽ. ഇതാ കണ്ടല്ലോ, അടിപൊളി പായസമാണ്, ഈസി പായസമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.